മോഹൻലാൽ എന്ന നടനും താരവും തിയേറ്ററിൽ ഐതിഹാസിക വിജയങ്ങൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഒരു അപൂർവത എന്ന പോലെ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങിങ്ങുണ്ട്. അത് തന്നെയാണ് തുടരും എന്ന സിനിമയിലും ഉള്ള പ്രത്യേകത. നമസ്കാരം. നമസ്കാരം. അത് ഇർഷാദക്ക് തന്നെയാണോ സ്വയം ഐഡന്റിഫൈ ചെയ്യണേ? എല്ലാ പടത്തിലും ഉണ്ട്. ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് വന്ദേ ഭാരതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട് നിന്ന് ഷഹബാസ് അമ്മൻ കയറി. ഷഹബാസ് ഇങ്ങനെ തുടരും കണ്ടിട്ടാ പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ വേഷമൊന്നുമില്ല, അവരല്ല ഷാജി അവിടെ എവിടെയൊക്കെ ഷാജി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഷാജി സ്വാഭാവികമായിട്ട് പെരുമാറിയാൽ മതി, വലിയതായിട്ട് അഭിനയിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഷൺമുഖൻ്റെ കൂടെ അല്ലെങ്കിൽ ബെൻസിൻ്റെ കൂടെ ഷാജി ഇങ്ങനെ എപ്പോഴും സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഷാജിയും കൂടെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തേ അദ്ദേഹത്തിൻ്റെ എല്ലാ വലിയ വിജയ സിനിമകളുടെ കൂടെയും നീ യാത്ര ചെയ്തിട്ടുണ്ട്? എന്നിട്ട് ഞാൻ നോക്കാറുണ്ട്. അല്ല, അത് ഞാനൊന്ന് നോക്കിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നു. കാരണം ഷഹബാസ് എന്ന് പറയുമ്പോൾ വെച്ചാൽ നമ്മൾ അത് മന്ദാരപ്പൂവല്ല എന്ന് പറയുന്ന സിനിമ പ്രിയൻ്റെ സിനിമ ആലോചിക്കുന്ന കാലത്ത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറായിരുന്നു ഷഹബാസ്. അതിലുപയോഗിച്ച 2 പാട്ടാണ് ഇന്ത്യൻ റുപ്പിയിൽ, പിന്നെ അതിനുവേണ്ടി കമ്പോസ് ചെയ്ത 2 പാട്ടാണ് പോകയായി വരുന്നതായും പിന്നെ ഈ 2 പാട്ടും നമ്മൾ. അപ്പോൾ അത് ജനിക്കുമ്പോഴൊക്കെ ഞാൻ ഷഹബാസിൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളന്ന് തൃശ്ശൂർ കാസിനോ ഹോട്ടലിൻ്റെയും തൃശ്ശൂർ ടവറിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ലോഡ്ജുണ്ട്, സിറ്റി ലോഡ്ജ് എന്ന് പറഞ്ഞാൽ. ആ സിറ്റി ലോഡ്ജിൻ്റെ റൂമിൽ സുധീർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മാനേജറുണ്ട്. സുധീർ മരിച്ചുപോയി, പ്രിയനൊക്കെ വലിയ ഫ്രണ്ട്. അപ്പോൾ സുധീർ ഉണ്ടാക്കുന്ന ചാളക്കറിയും മത്തിക്കറിയും ചോറൊക്കെ കൂട്ടി അവിടെ തന്നെ പാട്ട് കമ്പോസ് ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങിയ ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു പീരീഡിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന 2 ആൾക്കാരാണ് ഞാൻ ഷഹബാസ്. അപ്പോൾ ഷഹബാസിന് അപ്പോൾ എൻ്റെ വളർച്ചയെ കൃത്യമായിട്ട് നോക്കിക്കാൻ അല്ലെങ്കിൽ അറിയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാവാം ഷഹബാസ് ഇത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുകയും. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊക്കെ ആയിരിക്കും നമ്മളിതിങ്ങനെ മെൻഷൻ ചെയ്തില്ല. ആ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു, ആ വിജയ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മണിമല രാജേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിളിക്കാൻ പറയടാ വലിയ വിജയം ഉണ്ടാക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ നരസിംഹത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു ദൃശ്യത്തിൽ ഞാനുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷെ ഇത് ബാക്കിയുള്ള സാധാ പ്രേക്ഷകരും ഷഹബാസിനെ പോലെ ആളുകളും ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്നൊരു കാര്യം. അതിൽ തന്നെ മറ്റൊരു രസം എന്ന് വെച്ചാൽ ഇതൊക്കെ അച്ഛൻ മകൻ ബന്ധുവാണ്. നരസിംഹം അച്ഛൻ മകൻ ബന്ധുവാണ്, രാവണപ്രഭു അച്ഛൻ മകൻ ബന്ധുവാണ്. പിന്നെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഈ അദ്ദേഹത്തിന്റെ പ്രായവുമായി അദ്ദേഹം വേറെ റോൾസ് ചൂസ് ചെയ്യുന്നപ്പോൾ ദൃശ്യം അതൊരു അച്ഛൻ മകൾ ബന്ധമാണ് അടിസ്ഥാനപരമായിട്ട്. തുടരൊരു അച്ഛൻ മകൻ ബന്ധമാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇതെല്ലാതൊരു അച്ഛൻ മകൻ എങ്ങനെയാ വരുന്നുണ്ട്? ഇതെല്ലാതൊരു അച്ഛൻ മകൻ ബന്ധം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ മകനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പരദേശി. സിനിമ വേറെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അത് ബോക്സ് ഓഫീസിൽ ഇട്ടല്ലെങ്കിലും അത് അക്കാഡമിക് തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സ്ഥിരം ലാൽ മാൻഡ്രസങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയും കൂടിയായിരുന്നു. അതിനകത്ത് സിനിമ എവിടെ എത്തി നിൽക്കുന്നു, തുടരത്തിന്റെ ഒരു വിജയത്തിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് ഞാനിപ്പോൾ കൂടുതൽ പറയണ്ട. എന്നാലും ഒരു റിസപ്ഷൻ ഉണ്ടാവുമല്ലോ. കാരണം ഒരു മോഹൻലാൽ സിനിമ വരുമ്പോൾ ഉണ്ടാകുന്ന ജനക്കൂട്ടം, ട്രാഫിക് ബ്ലോക്ക്, ആളുകൾ, അഭിപ്രായം, തരുൺ മൂർത്തിയുടെ കോയിനേജ് എടുത്ത് പറയുകയാണെങ്കിൽ സ്ലീപ്പർ സെൽ ഫാൻസ്, ഇവരൊക്കെ നേരിട്ട് കണ്ടോ? കുറേ പേരെ കണ്ടു. ഞാൻ ഇന്നലെ ഞാൻ ആശീർവാദിൽ പോയിട്ടുണ്ടായിരുന്നു, തൊടുപുഴ ആശീർവാദിൽ പോയി. അവിടെ 16 ഷോ ആണ് ഒരു ദിവസം നടക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്നത് 16 ഷോ എന്ന് പറഞ്ഞാൽ 16 ഷോയും ഫുള്ളാണ്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടിക്കറ്റ് കിട്ടാനില്ല. എന്നെ പലരും വിളിക്കുന്നത്. ഞാൻ പറയും എനിക്ക് രക്ഷയില്ല. ഈ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓൺലൈനിലും ബ്ലോക്കാണല്ലോ, മൊത്തം ബ്ലോക്കാണ് സിനിമയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും രസം, ഞാൻ ഇപ്പോൾ രാവിലെ രഞ്ജിത്തേട്ടനായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ രാത്രി തരുൺ നായകരോട് സംസാരിക്കുമ്പോൾ പറയാനുള്ളൊരു ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഈ അഭൂതപൂർവമായിട്ടുള്ള ഈ സ്നേഹത്തിന്റെ പിറകിൽ എന്താണ്, അല്ലെങ്കിൽ ഈ പടം ഇങ്ങനെ റിസീവ് ചെയ്ത് സ്വീകരിച്ചതിന്റെ ഘടകം എന്താണെന്നുള്ളത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനെ ലാലേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ പലരും ട്രോളിയും കളിയാക്കിയും ആ മരിച്ചുപോയി എന്ന് പറയുന്ന ആ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഒരു ലാലേട്ടൻ മരിച്ചിട്ടില്ല. ആ മനുഷ്യന് അതുപോലുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ കൊടുക്കാതെയാണ് കിട്ടാതെയാണ് എന്നുള്ളത് തിരിച്ചറിവും
ആരാധകരുടെ സ്നേഹം അല്ലെങ്കിൽ ആളുകൾ ഇത്രയും തിങ്ങി നിറഞ്ഞ് ദൃശ്യത്തിനേക്കാളും വലിയ വിജയമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. അതെ, അപ്പൊ അതൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ദൃശ്യം സ്വാഭാവികമായിട്ടുള്ളൊരു സിനിമയുടെ വിജയമാണ്. അതിന് അന്നത്തെ പുതുമ കൊണ്ട് ഉണ്ടാക്കിയ ഇത്. പക്ഷെ വേറൊരു ഘടകമുണ്ട്. കുറെ കാലത്തിന് ശേഷം ഇങ്ങനൊരു ലാലേട്ടനെ തിരിച്ചു കിട്ടിയതാണ്. അപ്പൊ അത് ആഘോഷിക്കേണ്ടതാണ്. ജനങ്ങൾ ആഘോഷിക്കുന്നത്, നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിപ്പം നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് തന്നെയാണ്. ഏതൊരു മലയാളി സിനിമ കാണുന്നത് അതിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചായ അങ്ങോട്ടും ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഇതിലിപ്പോൾ ഈ തുടരിറങ്ങുന്നതിനൊക്കെ മുമ്പ് വരെ മോഹൻലാൽ നടനെ ചുറ്റിപ്പറ്റി നടന്ന വിമർശനങ്ങളായിരുന്നു, ഭയങ്കര രൂക്ഷമായിരുന്നു. അതായത് കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടു, കവിളുകൾ ഇണങ്ങുന്നില്ല, സ്വാഭാവിക അഭിനയം നഷ്ടപ്പെട്ടു. ഇതൊക്കെയും ഒറ്റ പടം കൊണ്ട് അവിടെ തിരിക്കുകയാണ്. അതൊരു ആരാധകൻ എന്നുള്ള രീതിയിൽ നോക്കി കാണാനും ഒരു വല്ലാത്ത ആവേശമല്ലേ? പിന്നെന്താ ആവശ്യം? നമ്മൾ മുടി വരെ അഭിനയിച്ചിരുന്നു, നഖം വരെ അഭിനയിച്ചിരുന്നു എന്ന് പറയുന്നിടത്ത് നേരെ അതെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിട്ട് എന്നാൽ ആലോചിച്ചു ഏത് കാലത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന മനുഷ്യനാണെന്ന്. ആ മനുഷ്യൻ്റെ ഓരോ ചലനങ്ങളും, അദ്ദേഹം കരഞ്ഞാൽ നമ്മൾ കൂടെ കരയും, അദ്ദേഹം ചിരിച്ച കൂടെ ചിരിക്കും, അദ്ദേഹം എന്ത് ചെയ്താലും മുണ്ട് വളച്ചുകുത്തിയാൽ നമ്മളും മുണ്ട് വളച്ചുകുത്താൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഈ മനുഷ്യൻ ചെയ്ത എല്ലാ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ വേടന്റെ കയ്യിൽ നിന്ന് ഒരു 6 ഗ്രാം കഞ്ചാവ് കിട്ടിയെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു കുലിനകം കിട്ടിയതിന്റെ പേരിൽ അതുവരെയുള്ള വേടനെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് പല സൈഡിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. ഇന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ വന്ന ഒരു പ്രതിഭ അല്ലെങ്കിൽ നടൻ അതുവരെ ചെയ്തു വെച്ചൊക്കെ മറന്നിട്ട് ഇയാളൊക്കെ മരിച്ചു, ഇയാൾ ഇങ്ങനെ സാധനം ഇല്ലാട്ട എന്ന് പറയുന്നത് ഭയങ്കര അതൊരു നല്ല പ്രവണത അല്ല ശരിക്കും. പുതിയ തലമുറ ആ രീതിയിൽ പെരുമാറുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. എന്തായാലും അതിനൊക്കെ മറികടന്നുകൊണ്ട് അത്രം മോശം പ്രചാരണത്തിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് ഇല്ല ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ തുടരുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവുക എന്നുള്ളത് അതിന് തരുണിനോടും KR സുനിലിനോടും രജപുത്രജിത്തിനോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. തരുൺമൂർത്തി എന്നുള്ള ഒരാളുടെ കാലിബർ ഷാദുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ട് അല്ലാതെയും മറ്റ് ഇന്റർവ്യൂകൾ നമ്മൾ സംസാരിക്കാറുണ്ട്. തിരിച്ചിങ്ങോട്ടും, അതായത് ഷാദുക്കയുടെ അടുത്ത് മാസ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്, ബിനുപച്ചന്റെ കാര്യത്തിലായാലും ശരി, അതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ഫസ്റ്റ് പടം ഓപ്പറേഷൻ ചാവയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അതിനുശേഷം വരുന്നു സൗദികളൊക്കെ വരുന്നു, തുടരും വരുന്നു. അവിടേക്ക് എത്തുമ്പോൾ അയാൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഇന്ത്യയിൽ ആരും അദ്ദേഹത്തിന് ഡേറ്റ് കൊടുക്കും എന്നുള്ള രീതിയിലായി. അപ്പോൾ ഒരു സഹയാത്രികന്റെ വളർച്ച അതെങ്ങനെ നോക്കിക്കാണും? ഞാൻ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞല്ലോ, തരുണിന്റെ ആദ്യ സിനിമയിൽ തന്നെ അത് ആ മേക്കിംഗ് കാണുമ്പോഴേ നമുക്ക് അറിയാം. അല്ലെങ്കിൽ അദ്ദേഹം കഥ പറയാൻ വിളിക്കുമ്പോഴും ഫോണിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോഴും അത് കഴിഞ്ഞ് നേരിട്ട് വരുമ്പോഴും ആ ഫയർ നമ്മൾ തിരിച്ചറിയുന്നു, ആ പ്രതിഭയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയ ശേഷം ഈ അടുത്ത കാലത്തൊന്നും അത്രയും റീടേക്ക് പോയുള്ള ഒരു കഥാപാത്രം ഉണ്ടായിട്ടില്ല. പേഴ്സണലി ഞാൻ 8 ഡേക്ക് 9 ഡേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ തരുണിനോട് ചോദിക്കുമ്പോൾ എനിക്ക് അതല്ല, അപ്പൊ ഇയാളൊരു വെച്ചാൽ ഇയാൾ ഭയങ്കര വലിയ നടനുണ്ടല്ലോ, ഇയാളൊരു കഥകളി നടനാണല്ലോ, അയാൾ വലിയ നടൻ. അപ്പൊ ഇയാളുടെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നവരെ, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം വരുന്നത് വരെ ഇയാളിങ്ങനെ ഓരോ നടന്മാരെയും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും.